നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം ഉദ്യാവർ തോട്ട GMLP സ്കൂളിലെ കുട്ടികൾക്ക് സുരക്ഷിത കെട്ടിടമൊരുക്കി ജില്ലാ ഭരണം. 100 വർഷത്തോളം പഴക്കമുള്ള സ്കൂൾ തകർന്നു വീഴാറായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സിറ്റി ന്യൂസ് ഇമ്പാക്ട്. ലോകകപ്പ് ഫുട്ബോളിന് ആരവമുയരുമ്പോൾ ഫുട്ബോളിന്റെ ഇറ്റില്ലം എന്നറിയപ്പെടുന്ന തൃക്കരിപ്പൂരിന്റെ അഭിമാനമായ M. സുരേഷ് സിറ്റി ന്യൂസിനോട് മനസ്സ് തുറക്കുന്നു. മുൻ ദേശീയ ഫുട്ബോൾ താരമായ M. സുരേഷ് അർജന്റീനയുടെ കടുത്ത ആരാധകനാണ്. കാസർഗോഡ് മഞ്ഞപ്പാടി കാന്തിക്കരയിൽ ഇടിമിന്നലേറ്റ് വീട് തകർന്ന് വൻ നാശനഷ്ടം. കാന്തിക്കരയിലെ സതീഷിന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്. വീട്ടുകാർ പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഹോസ്ദുർഗ് UBMC ALP സ്കൂൾ PTA യോഗം നടന്നു. മഞ്ചേശ്വരം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ NBH നാഷണൽ എൻട്രി ലെവൽ സർട്ടിഫിക്കേഷനു വേണ്ടിയുള്ള ഇൻസ്പെക്ഷൻ നടന്നു. ജില്ലാ സ്പോർട്സ് യോഗാസന മത്സരത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 14-ന് ഉദുമ പാലക്കുന്ന് ഗ്രീൻവുഡ് പബ്ലിക് സ്കൂളിലാണ് മത്സരം നടക്കുന്നത്. തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യം കേരള ആർട്ടിസാൻസ് വുമൺസ് ജില്ലാ കൺവെൻഷൻ നടന്നു. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം ഉദ്യാവർ തോട്ട GMLP സ്കൂളിലെ കുട്ടികൾക്ക് സുരക്ഷിത കെട്ടിടമൊരുക്കി ജില്ലാ ഭരണം. 100 വർഷത്തോളം പഴക്കമുള്ള സ്കൂൾ തകർന്നു വീഴാറായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ കളക്ടർ നേരിട്ടെത്തിയാണ് കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയത്. സിറ്റി ന്യൂസ് ഇമ്പാക്ട്. മഞ്ചേശ്വരം ഉദ്യാവർ തോട്ട GMLP സ്കൂളിലെ കുട്ടികൾക്ക് ഇനി ഭയം കൂടാതെ പഠനം തുടരാം. കാലപ്പഴക്കത്താൽ ഏത് സമയത്തും തകർന്നു വീണേക്കാവുന്ന കെട്ടിടത്തിൽ നിന്ന് കുട്ടികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി ജില്ലാ ഭരണകൂടം. 100 വർഷത്തോളം പഴക്കമുള്ള സ്കൂൾ 40 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. സുരക്ഷാ ക്ലിയറൻസ് പോലുമില്ലാത്ത കെട്ടിടത്തിൽ ഏറെ ഭയപ്പാടോടെ കുട്ടികൾ പഠനം നടത്തുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നേരിട്ടെത്തിയാണ് അപകടാവസ്ഥ സംബന്ധിച്ച് മനസ്സിലാക്കിയത്. കുട്ടികളുടെ സുരക്ഷിതത്വം മുൻനിർത്തി തൊട്ടടുത്ത മദ്രസ കെട്ടിടത്തിലേക്ക് അടിയന്തരമായി മാറ്റാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നത് അന്വേഷിക്കും. കുട്ടികളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്നും ജില്ലാ കളക്ടർ. അതിന്റെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പ്രാഥമികമായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. വിശദമായിട്ട് അന്വേഷണം അതിൽ നമ്മൾ ചെയ്യും. എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളതും. കാരണം നല്ല മഴയായിരുന്നു. ഇന്നലെ റെഡ് അലർട്ട് ആയതുകൊണ്ട് ക്ലാസ് ഇല്ലായിരുന്നു. അപ്പം നല്ല മഴ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അപകടാവസ്ഥ തന്നെയാണ് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഒക്കെ നമ്മൾ വന്നപ്പോഴും മനസ്സിലാക്കും ഇത് അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് സൈറ്റിലോട്ട് വിസിറ്റ് ചെയ്യും. ഇത് എല്ലാ അറേഞ്ച്മെൻറ്റ്സും നമ്മൾ ഉറപ്പുവരുത്തി. കാരണം കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ചെറിയൊരു റിസ്ക് പോലും നമുക്ക് എടുക്കാൻ സാധിക്കില്ല. 1927 ജനുവരി 1-നാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഓടുമേഞ്ഞ കെട്ടിടത്തിലെ ഹാളിൽ തട്ടികൾ വെച്ച് തിരിച്ചാണ് പഠനം നടത്തിയിരുന്നത്. ഒരു മുറി അങ്കണവാടിയായാണ് പ്രവർത്തിച്ചിരുന്നത്. 1 മുതൽ 4 വരെ 26 കുട്ടികളും അംഗൻവാടിയിൽ 16 കുട്ടികളുമാണ് പഠനം നടത്തുന്നത്. ഇവരിൽ ഏറെയും നിർധന കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ലോകകപ്പ് ഫുട്ബോളിന് ആരവം ഉയരുമ്പോൾ ഫുട്ബോളിന്റെ ഇറ്റില്ലം എന്നറിയപ്പെടുന്ന തൃക്കരിപ്പൂരിന്റെ അഭിമാനമായ M. സുരേഷ് സിറ്റി ന്യൂസിനോട് മനസ്സ് തുറക്കുന്നു. മുൻ ദേശീയ ഫുട്ബോൾ താരമായ M. സുരേഷ് അർജന്റീനയുടെ കടുത്ത ആരാധകനാണ്. ഓരോ മത്സരങ്ങളും ആവേശം നിറഞ്ഞതായിരിക്കുമെന്നും മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്നീ പ്രതിഭകളുടെ അവസാന ലോകകപ്പ് എന്നത് ഇത്തവണത്തെ ലോകകപ്പിന്റെ സവിശേഷതയാണെന്നും M. സുരേഷ് പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി ഉർമീസ് തൃക്കരിപ്പൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മറ്റൊരു ലോകകപ്പ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി നിരവധി തവണ കുപ്പായമണിഞ്ഞിട്ടുള്ള തൃക്കരിപ്പൂരിൻ്റെ സ്വന്തം അഹങ്കാരം എന്ന് പറയാൻ പറ്റുന്ന M. സുരേഷിനോടൊപ്പമാണ് നാം ഇന്നുള്ളത്. ഇപ്പോൾ അന്തർദേശീയ മത്സരങ്ങളിൽ നിരവധി തവണ കളിച്ചിട്ടുണ്ട് എന്ന പരിചയം വെച്ച് ഇപ്പോഴത്തെ ലോകകപ്പിൽ ഏത് ടീമിനായിരിക്കും വിജയം പ്രതീക്ഷിക്കുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എൻ്റെ ടീം അർജൻറ്റീനയാണ്. മെസ്സി ഒരിക്കൽ കൂടി അടിക്കണം തന്നെ ആഗ്രഹം. പക്ഷേ ഒരുപാട് നല്ല ടീമുകളുണ്ട്. ഹോളണ്ട് ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്, സ്പെയിൻ ഉണ്ട്, പോർച്ചുഗൽ ഉണ്ട്. അപ്പോൾ എല്ലാം നല്ല ടീമാണ്. ആരും ചിലപ്പോൾ ഏഷ്യയിൽ നിന്ന് നല്ലൊരു ടീം വരാം.
പിന്നെ ചിലപ്പം ഏതെങ്കിലും ചെറിയൊരു കൺട്രി ഇപ്പം പുതിയതായിട്ട് ചിലപ്പോൾ വരാം. കാരണം എല്ലാ രാജ്യത്തും നല്ല നല്ല കളിക്കാരുണ്ടല്ലോ. ഇപ്പം ചെറിയ ചെറിയ കൺട്രീസിൽ നിന്നൊക്കെ ഒരുപാട് പേര് യൂറോപ്യൻ ലീഗിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും നല്ല കളിക്കുന്നവരെന്തായാലും എത്തും. എൻ്റെ ഇതിൽ അർജൻറ്റീന അടിക്കണം തന്നെയാണ്. അർജൻറ്റീനക്കൊപ്പം സാധ്യതയുള്ള മറ്റ് സുരേഷ് സാധ്യത നൽകുന്ന ടീമുകൾ ഏതൊക്കെയാണ്? ഫ്രാൻസ് ഉണ്ട്, സ്പെയിൻ ഉണ്ട്, പിന്നെ റൊണാൾഡോ പോർച്ചുഗൽ അടിക്കണമെന്നുണ്ട്. റൊണാൾഡോക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടണമെന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഇത്ര നാളും കളിച്ചിട്ട് അവന് എല്ലാ ട്രോഫിയും കിട്ടിയിട്ടുണ്ട്, വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയാൽ നല്ലൊരു ഇതായിരിക്കും. ഫുട്ബോളിൻ്റെ അവസാനം ഇതാണ്, വേൾഡ് കപ്പ് ആയിരിക്കും. റൊണാൾഡോൻ്റെയും മെസ്സിൻ്റെയും ഇതൊക്കെ റൊണാൾഡോക്ക് കിട്ടിയാലും നല്ല ഒരു ലോകകപ്പിൽ പ്രസിദ്ധമായ സെനഗൽ വന്നതുപോലെ പുതിയ ഏതെങ്കിലും ടീമുകൾ വരികയും അവർ സെമിയോ അല്ലെങ്കിൽ ഫൈനലോ കാണുമെന്ന് പ്രതീക്ഷിക്കണം. ഉണ്ട്, മൊറോക്കൊക്കെ നല്ല ടീമാണ്. മൊറോക്കൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ ആഫ്രിക്കൻ കൺട്രീസിന് എന്തായാലും ഒരു ടീം വരും. കാരണം എല്ലാം നല്ല, കാരണം യൂറോപ്യൻ ഇതിലൊക്കെ കളിക്കുന്ന ഒരുപാട് ആഫ്രിക്കൻ ടീമിലെ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കത് നല്ല ടീം വരാൻ ചാൻസ് ഉണ്ട്. ഏഷ്യയിൽ നിന്ന് ചിലപ്പോൾ ഒരു ടീം വരാൻ ചാൻസ് ഉണ്ട്. ജപ്പാനോ കൊറിയ, ജപ്പാനായിരിക്കും ചാൻസ് എന്ന് വിചാരിക്കുന്നു. ആരും ഇപ്പം എഴുതിത്തള്ളാൻ പറ്റില്ല. ഇത് ഫുട്ബോളാണ്. ഇപ്പോൾ എല്ലാ രാജ്യത്തും എല്ലാ കളിക്കാരും പല ഇതിനും പോയി കളിക്കുന്നുണ്ട്, ലീഗുകളിലും. അപ്പോൾ എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു പുതിയൊരു രാജ്യം അല്ലെങ്കിൽ പുതിയൊരു പ്ലെയർ തന്നെ ചിലപ്പം ഉദയം ചെയ്യാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഫുട്ബോൾ ആവേശം, തൃക്കരിപ്പൂരിൻ്റെ ഫുട്ബോൾ ഗ്രാമം എന്നറിയപ്പെടുന്ന തൃക്കരിപ്പൂരിൻ്റെ സ്വന്തമായ സുരേഷ് നമ്മളോട് പറയുന്നത് ലോകകപ്പിൽ പുതിയ താരോദയം അല്ലെങ്കിൽ പുതിയ ടീം വിജയ സാധ്യത ഉണ്ട് എന്നാണ്. എങ്കിലും സ്വന്തം ടീമായ അർജൻറ്റീനയോടുള്ള സ്നേഹം അദ്ദേഹം മറച്ചു വെക്കുന്നില്ല. കാസർഗോഡ് മഞ്ഞിപ്പാടി കാന്തിക്കരയിൽ ഇടിമിന്നലേറ്റ് വീട് തകർന്ന് വൻ നാശനഷ്ടം. കാന്തിക്കരയിലെ സതീഷിന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്. വീട്ടുകാർ പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. വീടിന്റെ മെയിൻ വാർപ്പിന്റെ ഭാഗവും ലിൻഡൽ വാർപ്പുമെല്ലാം തകർന്ന നിലയിലാണ്. വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു. വീട്ടിലെ എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങൾക്കും നാശം സംഭവിച്ചു. 20 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ഇടിമിന്നലേറ്റാണ് കാന്തിക്കരയിലെ സതീഷിന്റെ വീട് തകർന്ന് വൻ നാശനഷ്ടമുണ്ടായത്. ശക്തമായ ഇടിമിന്നലേറ്റ് വീടിന്റെ മെയിൻ വാർപ്പിന്റെ ഒരു ഭാഗം തന്നെ തകർന്നു. കൂടാതെ ലിൻഡിൽ വാർപ്പും തകർന്നു. പലയിടങ്ങളിലായി വിള്ളലുമുണ്ടായിട്ടുണ്ട്. വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു. TV, വാഷിംഗ് മെഷീൻ, AC ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കത്തിനശിച്ചു. 20 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു. അപകട സമയത്ത് സതീഷിന്റെ ഭാര്യ റീന, മക്കൾ, മാതാവ് എന്നിവരായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. വലിയ ശബ്ദം കേട്ടപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. മെയിൻ വാർപ്പ് ഉൾപ്പെടെ പൊട്ടി വൻ വിള്ളൽ വീണതിനാൽ ഈ വീട്ടിൽ സുരക്ഷയോടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഹോസൂർ UBMC ALP സ്കൂൾ PTA യോഗം നടന്നു. യോഗം കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഹോസൂർ UBMC ALP സ്കൂൾ PTA യോഗം നടന്നു. പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ പങ്കെടുത്ത യോഗം കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്കൂളിന്റെ ബിൽഡിങ്ങിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴും 1932 പണിത ഒരു ബിൽഡിംഗ് ഇവിടെയുണ്ട്. ആ ഹാള് ഏറ്റവും അവിടെ 1932 പണിത ബിൽഡിംഗാണ്. ഈ ബിൽഡിംഗ് 1945 പണിത ബിൽഡിംഗാണ്. എല്ലാ കൊല്ലവും കുറച്ച് പണിയെടുക്കും, ഫിറ്റ്നസ് എങ്ങനെയും വാങ്ങിക്കും. മുനിസിപ്പാലിറ്റിയിൽ ഇൻഫ്ലുവൻസ് കൊണ്ട് വാങ്ങിക്കാനാണ് സാധാരണ ചെയ്യാറ്. ഇപ്പൊ അദ്ദേഹത്തെ ഒരുമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ സ്കൂളിൽ നിങ്ങളെ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. PTA പ്രസിഡന്റ് പ്രത്യേകം പറഞ്ഞു, ഈ ജില്ലയിലെ ഏറ്റവും നല്ലൊരു സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂളിന്റെ ഭൗതിക സാഹചര്യം എങ്ങനെ ഉയർത്താം എന്നതിനെ കുറിച്ച് നമ്മളിത് ചിന്തിക്കണം. PTA പ്രസിഡന്റ് K. അശോകൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രിയേഷ് കാഞ്ഞങ്ങാട്, M. ജയരാജൻ, സിദ്ധാർത്ഥ് രവീന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി VK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ പങ്കെടുത്ത രക്ഷിതാക്കൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. നിരവധി ആളുകൾ ചർച്ചയിൽ പങ്കെടുത്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ MT രാജീവൻ സ്വാഗതവും SRG കൺവീനർ P. ശാലിനി നന്ദിയും പറഞ്ഞു. സ്കൂൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സബ് കമ്മിറ്റി രൂപീകരിച്ചു. സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്നത് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകുക തുടങ്ങിയ നിരവധി തീരുമാനങ്ങൾ യോഗത്തിലുണ്ടായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
മഞ്ചേശ്വരം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ NBH നാഷണൽ എൻട്രി ലെവൽ സർട്ടിഫിക്കേഷന് വേണ്ടിയുള്ള ഇൻസ്പെക്ഷൻ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ കനില ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യരംഗത്തെ മികച്ച സേവനം ലക്ഷ്യമിട്ടുള്ള ഈ സുപ്രധാന നടപടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ കനില നിർവഹിച്ചു. ഏതായാലും ഹോമിയോ ഹോസ്പിറ്റലുകളുടെ നാഷണൽ പറഞ്ഞ ഈ ഫീൽഡിൽ എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഈ കാര്യത്തിൽ. അതുപോലെ തന്നെ ഡോക്ടർമാർ വന്ന് 2-3 ഡോക്ടർമാരുണ്ട് ഇതിൻ്റെ. ഏതായാലും നമ്മുടെ ഡോക്ടർ പറഞ്ഞതുപോലെ ആയുർവേദിക് ഹോമിയോപ്പത്തി എന്ന് പറഞ്ഞാൽ കൂടുതലായി പറയുന്നത് എല്ലാ ദിവസങ്ങളിൽ രാവിലെ വന്നാൽ ഉച്ചവരാണ് ഡ്യൂട്ടി, വൈകുന്നേരം വരെ ഡ്യൂട്ടി എടുത്തുകൊണ്ടുണ്ട്. പല സമയത്ത് ലീവുള്ള ദിവസം പോലും പേഷ്യന്റ് വിളിച്ച് വന്നത് ഞാൻ എൻ്റെ മുന്നിൽ കണ്ടതാണ്. അപ്പോൾ കൂടുതലായി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഈ ഫീൽഡിൽ വന്ന ഡോക്ടർമാർ ഉദ്യോഗസ്ഥന്മാരെ അഭിനന്ദിച്ചുകൊണ്ടും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ജയ്പാർ. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഹ്മാൻ കടപ്പുറം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ NABH നാഷണൽ അസിസ്റ്റന്റ് ഡോക്ടർ ജിതിൻ കെ നായർ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. ഡിസ്പെൻസറിയുടെ പ്രവർത്തന മികവിനെയും സേവന നിലവാരത്തെയും അഭിനന്ദിച്ചുകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമത്ത് സഹുറ, FHC മെഡിക്കൽ ഓഫീസർ പ്രഭാകര റായ്, വാർഡ് മെമ്പർമാരായ ഇല്യാസ് തുമിനാട്, ബേബി ലത, ഖദീജ മൂസ, അബ്ദുള്ള ഗുട്ടഗേരി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി M സ്വാഗതവും ഡോക്ടർ ശില്പ MB നന്ദിയും രേഖപ്പെടുത്തി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജില്ലാ സ്പോർട്സ് യോഗാസന മത്സരത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 14-ന് ഉദുമ പാലക്കുന്ന് ഗ്രീൻവുഡ് പബ്ലിക് സ്കൂളിലാണ് മത്സരം നടക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ യോഗ അസോസിയേഷൻ ഓഫ് കാസർഗോഡ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന 11ാമത് ജില്ലാ സ്പോർട്സ് യോഗാസന മത്സരത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സിലബസ് പ്രകാരമുള്ള ഔദ്യോഗിക മത്സരമാണിത്. ഈ മത്സരത്തിൻ്റെ പ്രത്യേകത ഇത് മാത്രമാണ് അംഗീകൃത മത്സരമായിട്ട് യോഗയിലുള്ളത്. ഇതിൽ സ്പോർട്സ് കൗൺസിൽ ഈ മത്സരിച്ച് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് സംസ്ഥാന തലത്തിൽ 1 മുതൽ 4 സ്ഥാനം വരെ കരസ്ഥമാക്കുന്നവർക്ക് 40 മാർക്ക് വരെ ഗ്രേസ് മാർക്ക് കിട്ടും. അത് ഉന്നത പഠനത്തിനും അതുപോലെ തന്നെ ജോലി ഇൻ്റർവ്യൂവിനൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു കോഴ്സാണ്, ഒരു മത്സരമാണത്. ഈ മത്സരത്തിൻ്റെ രീതി എന്ന് പറയുന്നത് 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് മത്സരമുണ്ട്. 18 വയസ്സ് മുതൽ ഏത് പ്രായക്കാർക്കും മത്സരിക്കാവുന്ന രീതിയിലൊരു 6 വിഭാഗങ്ങളിലായിട്ട് മത്സരം. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകിച്ച് മത്സരമുണ്ട്. അതിൻ്റെ കൂടെ ഡാൻസ്, യോഗ ഡാൻസ് എന്ന് പറയുന്നത് വളരെ നല്ല ആകർഷകമായ രീതിയിൽ യോഗയും സംഗീതവും നൃത്തവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വളരെ ശാസ്ത്രീയമായിട്ട് ചിട്ടപ്പെടുത്തുന്ന വളരെ ചെറിയ പരിമിതമായ സമയങ്ങളിൽ കൃത്യമായ നിയമാവലിയോടുകൂടി തന്നെയാണ് ഈ യോഗ ഡാൻസ് അവതരിപ്പിക്കുന്നത്. ജൂൺ 14-ന് രാവിലെ 8 മണി മുതൽ ഉദുമ പാലക്കുന്ന് ഗ്രീൻവുഡ്സ് പബ്ലിക് സ്കൂളിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് 5 വിഭാഗങ്ങളിലായും 18 വയസ്സ് മുതൽ ഏതു പ്രായക്കാർക്കും 6 വിഭാഗങ്ങളിലായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക മത്സരം നടക്കുക. കൂടാതെ 8 മുതൽ 14 വയസ്സ് വരെ, 14 മുതൽ 18 വയസ്സ് വരെ, 18 മുതൽ 35 വയസ്സ് വരെ വിഭാഗത്തിലുള്ളവർക്ക് ആർട്ടിസ്റ്റിക് സോളോ മത്സരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി മത്സരിക്കാം. 8 മുതൽ 18 വരെ, 18 മുതൽ 35 വരെയുള്ളവർക്ക് ആർട്ടിസ്റ്റിക് പെയർ, റിതമിക് പെയർ മത്സരത്തിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി മത്സരം ഉണ്ടായിരിക്കും. രാവിലെ ഉദ്ഘാടന സമ്മേളനമുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു റഹ്മാൻ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം സമ്മാന വിതരണം അടക്കമുള്ള പരിപാടികൾ വൈകുന്നേരം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ യോഗ ഏറ്റവും അധികം പ്രചരണം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ തലത്തിലും ആളുകൾ നന്നായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, പരിശീലിക്കാൻ വേണ്ടി വരുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും യോഗക്ക് വലിയ പ്രശസ്തി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജില്ലാതലത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള മത്സരം എന്ന രീതിയിൽ സംഘടിപ്പിക്കുന്നതാണ് ഈ ജില്ലാ ചാമ്പ്യൻഷിപ്പിന്. മതിയായ രീതിയിലുള്ള പ്രചരണവും അതിനനുസരിച്ച് പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ പഠന സമ്മേളനം നമ്മൾ ചേർത്തിട്ടുള്ളത്.
8 മുതൽ 18 വയസ്സ് വരെയും 18 മുതൽ 35 വയസ്സ് വരെ ഫ്രീ ഫ്ലോ യോഗ, ഡാൻസും എന്നിവയിലാണ് മത്സരം നടക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. സംസ്ഥാന തലത്തിൽ 1 മുതൽ 4-ാം സ്ഥാനം ലഭിക്കുന്നവർക്കും ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതാണ്. ഉദുമാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ PV രാജേന്ദ്രൻ, അസോസിയേഷൻ സെക്രട്ടറിയും സംഘാടക സമിതി കൺവീനറുമായ KP പ്രദീപ് കുമാർ, യോഗ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KV ഗണേഷ്, ജോയിന്റ് സെക്രട്ടറി PV ചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം AV ഉണ്ണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യം കേരള ആർട്ടിസാൻസ് വുമൺസ് ജില്ലാ കൺവെൻഷൻ നടന്നു. സ്ത്രീകളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും തയ്യൽ തൊഴിലാളി പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ വിലവർദ്ധനവ് തടയാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും വർധനവിലൂടെ ലഭിക്കുന്ന അധിക നികുതി ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന കേരള ആർട്ടിസാൻസ് വുമൺ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കുന്നുമ്മൽ NSS ഹാളിൽ നടന്ന കൺവെൻഷൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ദേവി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആവശ്യമായിട്ട് സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ തന്നെ നമുക്ക് നിഷേധിച്ച ഒരു കാലമായിരുന്നു. അതായത് ജന്മി കുടിയാൻ ബന്ധം എല്ലാം ജന്മികൾക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും കേരളത്തെ കേരളമാക്കി മാറ്റിയെടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന്റെ നിരന്തരമായ ത്യാഗത്തിന്റെയും സമരത്തിന്റെയും ഭാഗമായിട്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന ഇതൊക്കെ തന്നെ ലഭിക്കാൻ വേണ്ടി കഴിഞ്ഞത്. 1957 സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ആലോചിച്ച് പറയാം, ബാലറ്റ് പെട്ടിയിലൂടെ ആദ്യം വന്ന ഒരു മന്ത്രിസഭ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1957 സഖാവ് EMS ആയിരുന്നു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരുന്നു സ്ത്രീകൾക്ക് ഉള്ള അവകാശങ്ങളൊക്കെ തന്നെ അവരുടെ അവകാശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി തന്നത്. വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. കാരണം സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസം കൊണ്ടുവന്നതിന്റെ ഭാഗമായി തന്നെ എല്ലാവർക്കും 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ടുവന്നു.
ജില്ലാ കൺവീനർ VT ശാന്ത അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന ട്രഷറർ KK ഹരിക്കുട്ടൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KN പ്രഭാകരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PV കൃഷ്ണൻ, C തമ്പായി, K സുനിത, TP രജനി എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി PK വിജയൻ സ്വാഗതവും ഏരിയ സെക്രട്ടറി KK പത്മാവതി നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി ചെയർമാനായി VP ശാന്തയെയും വൈസ് ചെയർമാനായി K പത്മാവതിയെയും കൺവീനറായി TP രജനിയെയും ജോയിന്റ് കൺവീനറായി K സുനിതയെയും ട്രഷററായി K സത്യഭാമയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഞാണിക്കടവ് NMJ അൽബീർ സ്കൂൾ പ്രവേശനോത്സവം നടന്നു. ഹോസൂർ പോലീസ് ഇൻസ്പെക്ടർ K ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമസ്തയുടെ കീഴിൽ ഞാണിക്കടവ് പ്രവർത്തിക്കുന്ന അൽബീർ ഇന്റർനാഷണൽ പ്രീ സ്കൂളിലെ പ്രീ പ്രൈമറി പ്രവേശനോത്സവം ശ്രദ്ധേയമായി. ആകർഷകമായ രീതിയിൽ സ്കൂളും ക്ലാസ് മുറികളും അലങ്കരിച്ചും ആദ്യമായി എത്തിയ കുരുന്നുകൾക്ക് കളർ ബലൂണുകളും ബൊക്കകളും നൽകിയും സ്കൂളിലേക്ക് വരവേറ്റു. തുടർന്ന് ഹോസൂർ പോലീസ് ഇൻസ്പെക്ടർ K ദിനേശൻ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും അത്തരം സന്ദർഭങ്ങളെ അവസരങ്ങളും ഒരിക്കലും കളയാറില്ല. കാരണം അവരോടൊപ്പം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളും അവരോടൊപ്പം ചെറുപ്പമായി മാറും. അപ്പോൾ ആ ഒരു നമ്മുടെ ബാല്യത്തിലേക്ക് പോകാൻ നമുക്ക് അതുകൊണ്ട് തന്നെ മക്കളോടൊപ്പമുള്ള കുട്ടികളോടൊപ്പമുള്ള ഒരു അവസരവും ഞാൻ ഒരിക്കലും കളയാറില്ല. ഇത് ഈ ഒരു തിരക്കുള്ള സമയത്ത് കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ എനിക്ക് ഈ ഒരു അവസരം എൻ്റെ ഭാരവാഹികളോട് നന്ദി ആദ്യമായിട്ട് അറിയിക്കുകയും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സാഹചര്യങ്ങളെയും നമ്മുടെ കലാലയം ഈ സ്വാഗത പ്രസംഗം ആരംഭിക്കുമ്പോൾ പറഞ്ഞു നമ്മുടെ തിരക്കുള്ള സമയത്ത് മക്കളോടൊപ്പം ചെലവഴിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ അമ്മമാർ എൻ്റെ രക്ഷിതാക്കൾ ചെലവഴിച്ച കുറച്ച് സമയം ആ സമയത്ത് ഞാൻ കടമെടുത്ത് തുടങ്ങുകയാണ്. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും ഇൻസ്പെക്ടർ നിർവഹിച്ചു. സയ്യിദ് സഫാൻ തങ്ങൾ ഏഴിമല പഠനാരംഭത്തിന്റെ ഉദ്ഘാടനവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ഞാണിക്കടവ് മുഹ്യുദ്ദീൻ ജമാഅത്ത് സെക്രട്ടറി KC മുഹമ്മദ് കുഞ്ഞി ഹാജി അധ്യക്ഷത വഹിച്ചു. ജനമൈത്രി പോലീസ് SI പ്രദീപൻ കോതോളി സംസ്ഥാന സർക്കാരിൻ്റെയും കേരള പോലീസിൻ്റെയും ഓപ്പറേഷൻ തൂഫാൻ എന്ന മയക്കുമരുന്നിന് എതിരെയുള്ള പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ച് സംസാരിച്ചു. ജമാഅത്ത് ഖത്തീബ് ആഷിഖ് ഫൈസി, റഷീദ് ഫൈസി, സമീർ ഉദിനൂർ, CH ഖാദർ എന്നിവർ സംസാരിച്ചു. ജമാഅത്ത് ജോയിന്റ് സെക്രട്ടറി സഫീർ CH സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി 20-ാം വാർഡ് പുലിക്കുന്ന് ചന്ദ്രഗിരി പുഴയ്ക്ക് സമീപം 18 ലക്ഷം രൂപ ചിലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി 20-ാം വാർഡ് പുലിക്കുന്ന് ചന്ദ്രഗിരി പുഴയ്ക്ക് സമീപം 18 ലക്ഷം രൂപ ചിലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ചന്ദ്രഗിരി പാലത്തിനു സമീപം നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ മാസത്തിലാണ് പുതിയ ഭരണസമിതി അധികാരമേറ്റത്. അധികാരത്തിൽ വരുമ്പോൾ കഴിഞ്ഞ ഭരണസമിതിയുടെ തീർക്കാത്ത ഒരുപാട് പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ നല്ല രീതിയിൽ തന്നെ ഏറ്റെടുക്കുകയും അതിനെ ഫോളോ അപ്പ് നടത്തുകയും ചെയ്തുകൊണ്ട് പദ്ധതിക്ക് വളരെ നല്ലൊരു പുരോഗതിയും നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഫണ്ട് ആ സമയത്ത് തന്നെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഫണ്ട് അനുവദിച്ച മുനിസിപ്പൽ മുൻ ചെയർപേഴ്സണ് അബ്ബാസ് ബീഗത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ നാട്ടുകാരുടെ ആഗ്രഹപ്രകാരം വളരെ നല്ലൊരു പദ്ധതിയാണ്. ഏറ്റവും നല്ലൊരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റി ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള മഹത്തായ പദ്ധതികളൊക്കെ നമുക്ക് ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ 5 മാസത്തോളമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വികസന പദ്ധതികൾക്ക് രൂപം കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് നല്ല വികസന പദ്ധതികൾ നമ്മുടെ കാഴ്ചപ്പാടിലുണ്ട്. അതൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാതൃകാ മുനിസിപ്പാലിറ്റി ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതിനെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. വൈസ് ചെയർമാൻ ഹനീഫ KM അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജാഫർ കമാൽ, സമീന മുജീബ്, എഞ്ചിനീയർ ശ്രീജിത്ത്, നഗരസഭാ മുൻ ചെയർമാൻ അബ്ബാസ് ബീഗം, മുൻ കൗൺസിലർ വിമല, CT അബ്ദുൾ റഹ്മാൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. വാർഡ് കൗൺസിലർ രാജേഷ് അമ്മൈ സ്വാഗതം പറഞ്ഞു.
ശേഷം ലഘുഭക്ഷണവും നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മർക്കസിന് കീഴിൽ അടക്കയിൽ പ്രവർത്തിക്കുന്ന CQ പ്രീ സ്കൂളിന്റെ പഠനാരംഭം അലിഫ് ഡേ അടയ്ക്ക CQ ക്യാമ്പസിൽ നടന്നു. മർക്കസ് വൈസ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മർക്കസിന് കീഴിൽ അടുക്കയിൽ പ്രവർത്തിക്കുന്ന CQ പ്രീ സ്കൂളിന്റെ പഠനാരംഭം അലിഫ് ഡേ വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു. അടുക്ക CQ ക്യാമ്പസിൽ നടന്ന പരിപാടി മർക്കസ് വൈസ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് നവാഗതർക്ക് ആദ്യാക്ഷരം കുറിച്ചു. മർക്കസ് വൈസ് ചാൻസലർ അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ആരിഫ് ഹസൻ ജൗഹരി ചേവാർ, ദാ കയ്യാർ, മജീദ് പച്ചമ്പള എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മുഹമ്മദ് സഖാഫി തൊക്കെ, അബ്ബാസ് സഖാഫി ചേവാർ, സിദ്ദിഖ് സാദി ചിന്നമുഗർ, അർസൽ അഹ്ദൽ നഗർ എന്നിവർ സംബന്ധിച്ചു. ഡയറക്ടർ അബ്ദുറഹീം സ്വാബിരി സ്വാഗതവും ബദറുൽ മുനീർ സഖാഫി അട്ടഗോളി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശാസ്ത്രീയ പരിശീലനം നൽകി കേരളത്തിലെ തൊഴിൽ മേഖലയ്ക്ക് പുതിയ തൊഴിലാളികളെ രംഗത്തിറക്കാൻ സർക്കാരും ഏജൻസികളും വേണ്ട ഇടപെടൽ നടത്തണമെന്ന് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ മേഖല ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. ഐറ്റിയിൽ നടന്ന യോഗത്തിൽ സംഘടനയുടെ കാസർഗോഡ് ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് നാട്ടിൽ പോയി തിരിച്ചെത്തുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതോടെ തൊഴിൽ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് അസോസിയേഷൻ യോഗം അംഗീകരിച്ച പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ മേഖല ജനറൽ ബോഡി യോഗവും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സംസ്ഥാന ഭാരവാഹികൾക്കുള്ള സ്വീകരണവും അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. 10% തൊഴിലാളികൾ തിരിച്ചു വന്നു. 50% വരാൻ വേണ്ടി പോകണം. പക്ഷേ 50%ത്തിൽ ഒരു 30% വരാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഇവിടുത്തെ വേതനം അവിടെ ലഭിക്കാൻ തുടങ്ങി. നമ്മൾ എന്ത് ചെയ്യും? ഇത് സംരക്ഷിക്കുന്നതാരാ? ഇങ്ങനെ തകർന്നു പോകുന്ന വാടക രംഗത്തെയും മറ്റ് നിർമ്മാണ രംഗത്തെയും സഹായിക്കേണ്ട ബാധ്യത ആർക്കാണ്? ആ ബാധ്യത എന്ന് പറയുന്നത് അധികാരികൾക്കാണ്. അല്ല, അധികാരികൾ ഇടപെടണ്ടേ? 2 മാസമായത് ഞങ്ങളൊക്കെ പറയുന്നു. 2 മാസമായി ഞങ്ങളെല്ലാം അധികാരികളുടെ മുമ്പിൽ പറയുന്നത്. കാരണം ഈ രംഗത്ത് പണിയെടുക്കാൻ തൊഴിലാളികളില്ല. അങ്ങനെ തൊഴിലാളികൾ വേണമെങ്കിൽ ആവശ്യമായ സംരക്ഷണം കൊടുക്കണം. ഈ സംരക്ഷണം കൊടുക്കേണ്ട വാടക സ്റ്റോർ ഉടമകൾ മാത്രമല്ല, ഈ വാടക സ്റ്റോർ കേരളത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന അധികാരികൾക്കും സർക്കാരിനുമെല്ലാം ബാധ്യതയുണ്ട്. ഇവരെ കൊണ്ടുവരാൻ വേണ്ടി തിരിച്ചു കൊണ്ടുവരുന്നില്ലെങ്കിൽ പുതിയ തൊഴിലാളികൾ സംഭാവന ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ 20 കൊല്ലമായി സർക്കാരിന് മുമ്പിൽ വെക്കുന്ന മുദ്രാവാക്യം എന്താ? ഞങ്ങൾ പറയുന്ന മുദ്രാവാക്യം ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ആവശ്യമുണ്ട്. ആ തൊഴിലാളികളെ കൊണ്ടുവരണമെങ്കിൽ സർക്കാർ പുതിയ സംവിധാനം തുടങ്ങണം. തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ആരംഭിക്കണം. നെറ്റാൻസോൺ രംഗത്തും പന്തൽ രംഗത്തും ITM മുഖാന്തരം അല്ലെങ്കിൽ പോളിടെക്നിക് മുഖാന്തരം പുതിയ കോഴ്സുകൾ ആരംഭിച്ച് ആയിരക്കണക്കിന് തൊഴിലാളികളെ അതിനാവശ്യമായ വിദ്യാഭ്യാസം നൽകി പഠിപ്പിച്ച് ഈ രംഗത്തേക്ക് ഇറങ്ങണം. മേഖലാ പ്രസിഡന്റ് P. കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K. മുരളീധരൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി KV ഷിബു, ട്രഷറർ ഫിറോസ് പടിഞ്ഞാർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം N. രാധാകൃഷ്ണൻ, സാന്ത്വനം ചെയർമാൻ K. സുരേന്ദ്രൻ, ജില്ലാ ഭാരവാഹികളായ SS ഹംസ, സുരേഷ് വെള്ളിക്കോത്ത്, നാസർ മുനമ്പം, ഹനീഫ് കരിങ്കപ്പള്ളം, അഷ്റഫ് ബെളിഞ്ച, PS സുനിൽകുമാർ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ബാലൻ ബളാംതോട്, അജേഷ് റാവു, ബാലു ശക്തി, മേഖലാ സെക്രട്ടറി രാംസൺ ശശി, M. നാരായണൻ, ആതിര സുമേഷ്, സുവർണ ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഒരിടവേള കൂടി. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. The best place of mine. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lines. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫെസ്റ്റ്.
വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. SSF 33ാമത് എഡിഷൻ മുള്ളേരിയ ഡിവിഷൻ സാഹിത്യോത്സവത്തിന് ജൂൺ 12-ന് പള്ളത്തൂരിൽ തുടക്കമാകും. സീമാന്തരങ്ങൾ എന്ന പ്രമേയത്തെ മുൻനിർത്തിയാണ് ഈ വർഷത്തെ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സിയാറത്തോടെ പരിപാടികൾക്ക് തുടക്കമാകും. വൈകുന്നേരം പതാക ഉയർത്തും. തുടർന്ന് ശനി ഞായർ ദിവസങ്ങളിലായി മത്സരങ്ങളും വിവിധ സാംസ്കാരിക സദസ്സുകളും അരങ്ങേറും. ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് പ്രശസ്ത സാഹിത്യകാരൻ സന്തോഷ് പനയാൽ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കണ്ണവം, സയ്യിദ് അഷ്റഫ് തങ്ങൾ, സയ്യിദ് ഹസൻ ഇമ്പിച്ചി തങ്ങൾ, സയ്യിദ് ഉമർ ജിഫ്രി തങ്ങൾ പാണ്ടി, റഫീഖ് സാദി, ഫിർദൌസ് സഖാഫി കടവത്തൂർ, അബ്ദുൾ റഹ്മാൻ സഖാഫി പൂത്തപ്പലം, റഹീസ് മൊയിനി, ബാദുഷ സഖാഫി തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. അപ്പൊ ഈ വർഷത്തെ സാഹിത്യോത്സവിൽ അത്തരം ചിന്തകളെ ഇല്ലായ്മ ചെയ്യാനും വളർന്നു വരുന്ന തലമുറയ്ക്ക് ബോധവൽക്കരണം നടത്താനും അവർ നല്ല നിലയ്ക്ക് മികച്ച വിദ്യാഭ്യാസം അവരുടെ പഠനകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ വെച്ചും പുറത്തു പോയിട്ടാണെങ്കിലും അവർ നേടണം. അങ്ങനെ വിദ്യാസമ്പന്നരായി കൂടുതലും വിദേശങ്ങൾ ആശ്രയിക്കാതെ, ഇനി വിദേശങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ സ്വന്തം കാലുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വിദ്യാഭ്യാസപരമായി അവർ ഉയരണം എന്നൊരു ലക്ഷ്യം സാഹിത്യോത്സവം മുന്നിൽ വെക്കുന്നുണ്ട്. ആ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സീമാന്തരങ്ങൾ, അതിരുകൾക്കപ്പുറമുള്ളൊരു ലോകം എന്നൊരു പ്രമേയം ചർച്ചയാകുന്നത്. അതിന്റെ ചില ചർച്ചാ സെഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് സാഹിത്യോത്സവിന്റെ ഭാഗമായിട്ട് മത്സരങ്ങൾക്കിടയിൽ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ വന്നുകൊണ്ട് ആ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട്. നമ്മുടെ ഈ പരിപാടിയിൽ ഡിവിഷൻ സാഹിത്യോത്സവിന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണിയോടുകൂടെ പതാക ഉയർത്തിക്കൊണ്ട് ആരംഭിക്കുകയാണ്. ആ പരിപാടി 5 മണിക്ക് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ തന്നെ പ്രശസ്തനായ സാഹിത്യകാരനും കഥാകൃത്തുമായ സന്തോഷ് പനയാൽ എന്നവരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിൽ ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ മുത്തുക്കോയ തങ്ങൾ, അതുപോലെ തന്നെ അഷ്റഫ് തങ്ങൾ സഖാഫ അദൂരി, സയ്യിദ് ഹസൻ ഇമ്പിച്ചി തങ്ങൾ, ഖലീൽ സ്വലാഹ്, അതുപോലെ ഉമർ ജിഫ്രി തങ്ങൾ പാണ്ടി തുടങ്ങിയ സാദാത്തുക്കളും, അതുപോലെ SSFന്റെ മുൻ പ്രസിഡന്റ്, സ്റ്റേറ്റ് പ്രസിഡന്റായ ഫിർദൌസ് സഖാഫി കടവത്തൂര്, റയീസ് മൊയ്നി ജില്ലാ പ്രസിഡന്റാണ്, അതുപോലെ ബാദുഷാ സഖാഫി, അബ്ദുറഹ്മാൻ സഖാഫി പൂത്തപ്പലം തുടങ്ങിയ ധാരാളം ആളുകൾ ഇതിന്റെ പല സെഷനുകളിലായിട്ട് നേതൃത്വം നൽകുന്നുണ്ട്. അപ്പൊ ഈ ഒരു പരിപാടി ഞായറാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് സമാപിക്കുന്നത്. SSF മുള്ളേരിയ ഡിവിഷൻ പ്രസിഡന്റ് ഹാഫിൽ സജ്ജാദ് ഹിമമി സക്കാഫി ആദൂർ, സ്വാഗത സംഘം ചെയർമാൻ ഇബ്രാഹിം സാദി പള്ളത്തൂർ, കൺവീനർ അബ്ദുൾ അസീസ് പള്ളത്തൂർ, ഡിവിഷൻ സെക്രട്ടറിമാരായ സാദ് ഹിമമി പള്ളപ്പടി, അഷ്റഫ് പള്ളത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. കെ നീലാകണ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. SSLC, +2, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം നടത്തി. കെ നീലകണ്ഠൻ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്കൂളാണ് പാക്കം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് പ്രചരിക്കുന്നത്. ഈ സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ ഇതിന്റെ PTA പ്രസിഡന്റും അതുപോലെ തന്നെ രക്ഷിതാക്കളും
ഇവിടെ രൂപീകരിച്ച് ജനകീയ കമ്മിറ്റി പേരെടുത്തു എന്നിപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. പൊതുവെ പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ സ്ഥല സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടും മനോഹരമായ കെട്ടിടങ്ങളില്ലാത്തതുകൊണ്ടും ഒരു വീർപ്പ് മുട്ടി നിൽക്കുന്ന ഒരു സ്കൂളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ ഹെഡ് മാസ്റ്റർ സൂചിപ്പിച്ചത്. ഏതായാലും നമുക്കറിയാം, പഠന നിലവാരത്തിൽ വളരെ മുൻതൂക്കം നിൽക്കുന്ന ഒരു സ്കൂൾ എന്നുള്ളതുകൊണ്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെ നിർമ്മിച്ച ശുചിമുറി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് കെ സുജാത നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ടി വി രാധിക അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ശാന്ത, മുൻ പ്രസിഡന്റ് കെ മണികണ്ഠൻ, SMC ചെയർമാൻ ടി കുമാരൻ, മദർ PTA പ്രസിഡന്റ് സി പ്രസീന എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് എ രാമനാഥൻ സ്വാഗതവും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സനിൽകുമാർ നന്ദിയും പറഞ്ഞു. ഹെഡ്മാസ്റ്റർ കെ ശങ്കരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KSSSPA കാസർഗോഡ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല നടത്തി. സംസ്ഥാന സെക്രട്ടറി PC സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. KSSPA കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല നടത്തി. സംസ്ഥാന സെക്രട്ടറി PC സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പുതുതായി അധികാരത്തിൽ വന്ന സർക്കാരിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും പരിപൂർണ പിന്തുണ നൽകുന്നതിനോടൊപ്പം അവകാശ പോരാട്ടങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു. 78-ൽ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ചന്ദ്രബാനു കമ്മീഷൻ, ശമ്പള കമ്മീഷന്റെ സമയത്ത് ഒരു ചെറിയ വർധനവ് നമുക്ക് നൽകുകയുണ്ടായി. ആരും പറഞ്ഞിട്ടല്ല, എന്തോ അങ്ങനെ തോന്നി. ആരും സംഘടിതമായിട്ട് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. 12% ക്ഷാമാശ്വാസവും അന്ന് അനുവദിച്ചു. അന്നാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് മിനിമം പെൻഷൻ അനുവദിച്ചത്. അന്ന് വരെ ഒരു സംഘടനയുമില്ല. 78-ൽ AK ആന്റണി മന്ത്രിസഭയുടെ കാലത്ത് ഈ തുച്ഛമായ ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചതൊഴിച്ചാൽ മറ്റൊന്നും ഇതിൽ ഉണ്ടായില്ല. അങ്ങനെ കുറേ ജനാധിപത്യ വിശ്വാസികൾ ഇതിങ്ങനെയാ പോരാ, സർവീസ് പെൻഷൻകാരുടെ അവകാശങ്ങളും ആനുകൂല്യവും സംരക്ഷിക്കപ്പെടാൻ ഒരു വേദി വേണം, ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ടൊരു കൂട്ടം ജനാധിപത്യ വിശ്വാസികൾ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ മനസ്സിൽ തറക്കാൻ വേണ്ടി തന്നെയാണ്. ഒരു കൂട്ടം ജനാധിപത്യ വിശ്വാസികൾ പറഞ്ഞു, നമുക്കൊന്ന് സംഘടിക്കണം, ഈ രൂപത്തിൽ പോയാൽ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് 1980-ൽ തൃശ്ശൂരിൽ പ്രൊഫസർ വൈദ്യനാഥ അയ്യർ എന്ന ഒരു നേതാവിൻ്റെ ഒരാളുടെ നേതൃത്വത്തിൽ അന്ന് തൃശ്ശൂർ വെച്ച് സമാന ചിന്താഗതിക്കാരായ ജനാധിപത്യ വിശ്വാസികളെ ഒന്ന് സംഘടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഒരു വേദി വേണം, ആ വേദിക്ക് പെൻഷൻകാരുടെ അവകാശങ്ങളും ആനുകൂല്യവും സംരക്ഷിക്കാനുള്ള ഒരു നേതൃത്വം കൊടുക്കണം എന്നുള്ള രീതിയിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന മഹത്തായ സംഘടനക്ക് 1980-ൽ തൃശ്ശൂരിൽ നമ്മൾ ഉദ്ഘാടനം കുറിച്ചു. അന്ന് ഈ സംഘടന ജനിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് M കേശവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് MK ദിവാകരൻ, സെക്രട്ടറി KP ബാലകൃഷ്ണൻ, ട്രഷറർ ചന്ദ്രൻ നാലപ്പാടം, വൈസ് പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, ജോയിന്റ് സെക്രട്ടറിമാരായ P ശശിധരൻ, AKMC നായർ, വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് VV ജയലക്ഷ്മി, സംസ്ഥാന കൗൺസിലർമാരായ പുരുഷോത്തമൻ കാടകം, K അനിൽകുമാർ, മുൻ കൗൺസിലർമാരായ KP ബലരാമൻ നായർ, P നാരായണൻ, മഞ്ചേശ്വരം നിയോജകമണ്ഡലം പ്രസിഡന്റ് KA യൂസഫ് എന്നിവർ സംസാരിച്ചു. KM വിജയൻ, MK ദിവാകരൻ, KP ബാലകൃഷ്ണൻ, ചന്ദ്രൻ നലപ്പാടം, VV ജയലക്ഷ്മി എന്നിവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു. നിയോജക മണ്ഡലം സെക്രട്ടറി സീതാരാമ മല്ല സ്വാഗതവും ട്രഷറർ TK ശ്രീധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ചക്ക ഫെസ്റ്റ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന T ചക്ക ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ചക്ക ഫെസ്റ്റ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന T ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ബീന M അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ CDS വൈസ് ചെയർപേഴ്സൺ ആശാലത സ്വാഗതം പറഞ്ഞു. പള്ളിക്കര വൈസ് പ്രസിഡന്റ് റഷീദ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാകരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷക്കീല ബഷീർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമിനി ടീച്ചർ, ഭരണസമിതി അംഗങ്ങൾ, പഞ്ചായത്ത് JS അസിസ്റ്റന്റ് സെക്രട്ടറി, കൃഷി ഓഫീസർ, പഞ്ചായത്ത് ജീവനക്കാർ, ജില്ലാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ നിമിഷ, രജനി, സ്നേഹിത, സ്റ്റാഫ് രേഷ്മ എന്നിവർ സംസാരിച്ചു. CDS മെമ്പർമാർ, സപ്പോർട്ടിംഗ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. 1, 2, 3 സ്ഥാനം നേടിയ വാർഡുകൾക്ക് സമ്മാനങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം ഉദ്യാവർ തോട്ട GMLP സ്കൂളിലെ കുട്ടികൾക്ക് സുരക്ഷിത കെട്ടിടമൊരുക്കി ജില്ലാ ഭരണം.
100 വർഷത്തോളം പഴക്കമുള്ള സ്കൂൾ തകർന്നു വീഴാറായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സിറ്റി ന്യൂസ് ഇമ്പാക്ട്. ലോകകപ്പ് ഫുട്ബോളിന് ആരവമുയരുമ്പോൾ ഫുട്ബോളിന്റെ ഇറ്റില്ലം എന്നറിയപ്പെടുന്ന തൃക്കരിപ്പൂരിന്റെ അഭിമാനമായ എം സുരേഷ് സിറ്റി ന്യൂസിനോട് മനസ്സ് തുറക്കുന്നു. മുൻ ദേശീയ ഫുട്ബോൾ താരമായ എം സുരേഷ് അർജന്റീനയുടെ കടുത്ത ആരാധകനാണ്. കാസർഗോഡ് മഞ്ഞപ്പാടി കാന്തിക്കരയിൽ ഇടിമിന്നലേറ്റ് വീട് തകർന്ന് വൻ നാശനഷ്ടം. കാന്തിക്കരയിലെ സതീഷിന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്. വീട്ടുകാർ പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഹോസ്ദുർഗ് UBMC ALP സ്കൂൾ PTA യോഗം നടന്നു. മഞ്ചേശ്വരം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ NBH നാഷണൽ എൻട്രി ലെവൽ സർട്ടിഫിക്കേഷനു വേണ്ടിയുള്ള ഇൻസ്പെക്ഷൻ നടന്നു. ജില്ലാ സ്പോർട്സ് യോഗാസന മത്സരത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 14-ന് ഉദുമ പാലക്കുന്ന് ഗ്രീൻവുഡ് പബ്ലിക് സ്കൂളിലാണ് മത്സരം നടക്കുന്നത്. തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യം കേരള ആർട്ടിസാൻസ് വുമൺസ് ജില്ലാ കൺവെൻഷൻ നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.